വളരെ നന്ദിയുണ്ട്. ഞാൻ അതിനെ പൊന്നു പോലെ നോക്കണം. നിങ്ങളെ കൺവെട്ടത്ത് പോലും വരൂല. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ കേരളം വളരെയധികം ഞെട്ടലോടുകൂടിയും വേദനയോടുകൂടി കേട്ട ഒരു വാർത്തയായിരുന്നു നെടുമങ്ങാട്ടെ ആ കുരുന്നിന്റെ മരണം. ആ ഒരു വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ ആ കുട്ടിയുടെ മാതാവിന്റെ ആൺസുഹൃത്തായിട്ടുള്ള അഷ്കർ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ഓരോന്നും പുറത്തേക്ക് വരികയായിരുന്നു. അതെല്ലാം നമ്മുടെ കേരളത്തിന്റെ മനുഷ്യ മനസാക്ഷി തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. ആ കുരുന്നിനോട് ചെയ്തു കൂട്ടിയത് മാത്രമല്ല, അഷ്കറിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള പെൺകുട്ടിയോട് അയാൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ, ആ ക്രൂരതയുടെ ഭാഗമായിട്ട് ആ പെൺകുട്ടി ഇന്ന് അനുഭവിക്കുന്ന യാതനകൾ, അതെല്ലാം നമ്മളെല്ലാവരും വാർത്തകളിലൂടെ കണ്ട് ശരിക്കും പറഞ്ഞ നെഞ്ചു പിടഞ്ഞവരാണ്. ആ കുരുന്നിന്റെ മരണത്തിൽ ഒന്നാം പ്രതി ആരാണ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. കാരണം ഈ അഷ്കറിനെതിരെ എത്രയധികം പരാതികൾ വന്നിരുന്നു. ആദ്യ ഭാര്യയായിട്ടുള്ള പെൺകുട്ടിയെ ഉപദ്രവിച്ചത് മുതൽ അല്ലെങ്കിൽ വധിക്കാൻ ശ്രമിച്ചത് മുതലുള്ള പരാതികൾ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു. യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല. അതുതന്നെയാണ് ആ കുരുന്നിന്റെ ജീവൻ നഷ്ടപ്പെടാനായിട്ടുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയത്. ഇതിന് ഏതാനും ദിവസം മുൻപായിരുന്നു ഒരു 19-കാരി വയറുവേദനയെ തുടർന്ന് അതിൻ്റെ മാതാപിതാക്കളോടൊപ്പം ഒരു ഹോസ്പിറ്റലിൽ എത്തുകയും പെൺകുട്ടിയെ അവിടെ ഒബ്സർവേഷനിൽ വെക്കുകയും ചെയ്തു. ഈ പെൺകുട്ടി ഒബ്സർവേഷനിൽ ഇരിക്കുന്ന വാർഡിലെ ടോയ്ലറ്റിൻ്റെ പുറത്ത് നിന്ന് ഒരു കുരുന്നിൻ്റെ കരച്ചിൽ കേൾക്കുകയും ഇതിനെ തുടർന്ന് ഹോസ്പിറ്റൽ അധികൃതർ പരിശോധന നടത്തുമ്പോൾ ആ ടോയ്ലറ്റിന് പുറത്തു നിന്ന് ഒരു ചോര കുഞ്ഞിനെ കിട്ടുകയും ചെയ്തു. ഇത് ആരുടെ കുട്ടിയാണ് എന്നൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഡോക്ടർമാർക്ക് ഉൾപ്പെടെ മനസ്സിലാകുന്നത് ഈ 19-കാരി ഗർഭിണിയായിരുന്നുവെന്ന്. അതായത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇത്ര നാളായിട്ട് അറിയുന്നില്ല. എന്തിനേറെ പറയുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് പോലും ഒരു സംശയം ഉണ്ടായില്ല ഈ പെൺകുട്ടി ഗർഭിണിയാണോ എന്നുള്ള കാര്യത്തിൽ. അതിനുശേഷം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ പെൺകുട്ടി ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയിൽ നിന്നാണ് ഗർഭിണിയായത് എന്നുള്ള വാർത്തകളും മറ്റു കാര്യങ്ങളും പുറത്തേക്ക് വന്നത്. എന്തായാലും തനിക്ക് ആ കുട്ടിയെ ആവശ്യമില്ലെന്ന് ആ പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെ CWC ഏറ്റെടുക്കും. അങ്ങനെയൊക്കെ വാർത്തകൾ കണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു റീൽ എൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ആരാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ റീൽ ചെയ്ത 2 പെൺകുട്ടികൾക്കും ഒരു ബിഗ് സല്യൂട്ട്. കാരണം നല്ലൊരു മെസ്സേജാണ് നിങ്ങൾ പാസ് ചെയ്തിരിക്കുന്നത് ഈ സമൂഹത്തിന് മുന്നിലേക്ക്. ഇത് ഏകദേശം 1 മിനിറ്റോളമുള്ള ഒരു വീഡിയോ ആണ്. ഞാനിത് കട്ട് ചെയ്ത് 2 പാർട്ടാക്കിയിട്ടാണ് കാണിക്കുന്നത്. ആദ്യത്തെ പാർട്ട് നമുക്കൊന്ന് കണ്ടുപോകാം. ആരെങ്കിലും ഉണ്ടാന്തോ, ആരെങ്കിലും വരുന്നുണ്ട് ഈ കൊച്ചിനെ എവിടെയും കളയണം. ഇതിന്റെ കാര്യം കൊണ്ട് നാട്ടുകാർ എന്നെ ജീവിച്ചിരിക്കണ്ട. ദൈവമേ, ഞാൻ എത്ര നാളായിട്ട് ഒരു കുഞ്ഞു വേണ്ടി ആഗ്രഹിക്കുന്നു. 10 വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പേ കൈകൂപ്പയല്ലേ. എനിക്ക് ഇനിയെങ്കിലും ഒരു സന്താന ഭാഗ്യം ഉണ്ടാക്കി തരൂലേ. ഇനിയും ഒരു കൊച്ചിനെ കിട്ടിയില്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് അവരെന്നെ പറഞ്ഞു വിടും. അതുകൊണ്ട് ഇനിയെങ്കിലും എനിക്കൊരു ഭാഗ്യം ഉണ്ടാക്കി തരാനേ ദൈവമേ. എന്റെ ജീവിതത്തിൽ എന്തിനു വന്നത്? എന്റെ അമ്മയച്ഛനും അറിയണമെങ്കിൽ എന്നെ കൊല്ലും. എന്റെ വയറാണ് ഇത്രയും നാളെ അമ്മയച്ഛനും കാണാതെ എങ്ങനെയെങ്കിലും ഒളിപ്പിച്ചോട്ട് നടന്നത്. ഇനിയെങ്കിലും ഒന്ന് കനിയണേ ദൈവമേ. ആരെങ്കിലും ഉണ്ടായത്? നിങ്ങളവിടെ എന്തോന്ന് ചെയ്യുന്ന? ഒന്നുമില്ല. നിങ്ങൾ ഈ കൊച്ചിനെ കളയാൻ കൊണ്ടുവന്നതാണ്. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ഇതിനകത്ത് 2 ക്യാരക്ടറുകളാണുള്ളത്. ഒന്ന് ആ 19 വയസ്സുകാരിയെ പോലെ അച്ഛനും അമ്മയും അറിയാതെ താൻ പ്രഗ്നൻ്റ് ആയി ആ കുട്ടീനെ എവിടെയെങ്കിലും കൊണ്ട് കളയണം. ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, നമ്മുടെ അമ്മമാരെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം തോന്നുന്നത്. ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായിട്ട് ബയോളജിക്കലി പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ആർത്തവം എന്ന് പറയുന്നത്. ഇത്രയും കാലം തൻ്റെ മകൾക്ക് ആർത്തവം ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം ഈ അമ്മമാർ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? അതിൻ്റെ ഒരു വലിയൊരു അതിശയമാണ് കേട്ടോ. അമ്മമാർ, നിങ്ങളോടൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപം തോന്നുന്നത്. നിങ്ങൾക്ക് എല്ലാ മാസവും ഉണ്ടാകുന്ന ഒരു കാര്യം, നിങ്ങളുടെ മകൾ പ്രായപൂർത്തിയായി അവൾക്ക് ആദ്യത്തെ 1, 2, 3 തവണ വന്നു കാണും. അതിനുശേഷം അവൾക്ക് പീരിയഡ്സ് ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്ക് ആ പെൺകുട്ടിയെ കൃത്യമായിട്ടൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കാനുള്ള മനസ്ഥിതി നിങ്ങൾക്കില്ലാത്തത് ഭയങ്കര ഒരു അതിശയമാണ്. അങ്ങനെ നിങ്ങൾ കൃത്യമായ രീതിയിൽ അത് വാച്ച് ചെയ്തിരുന്ന ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇതിനകത്ത് 2ാമത്തെ ക്യാരക്ടറായിട്ട് കാണിക്കുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ട് മരുന്നുകളും മന്ത്രവും സകല കാര്യങ്ങളും ചെയ്തിട്ട് ഒരു കുഞ്ഞിനെ കിട്ടാതെ വിഷമിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ 2 പേരുടെ ജീവിതകഥയാണ് നമ്മളെ കാണിക്കുന്നത്. എന്നാൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്കൊന്ന് കണ്ടുപോകാം. 10 വർഷമായിട്ട് ഞാൻ ഒരു കുഞ്ഞിക്കാലം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് ഞാൻ വിളിക്കാത്ത ദൈവങ്ങളും ഇല്ല, പോവാത്ത ഹോസ്പിറ്റലും ഇല്ല. നിങ്ങൾ ആ കുഞ്ഞിനെ എനിക്ക് എന്നാ നിങ്ങളെ കൺവെട്ടത്ത് പോലും വരാതെ ഞാൻ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി വളർത്തിക്കോളാം. ഏതാ കുഞ്ഞിനെ എനിക്ക് തരണേ. വളരെ നന്ദിയുണ്ട്. ഞാൻ അതിനെ പൊന്നു പോലെ നോക്കണം. നിങ്ങളെ കൺവെട്ടത്ത് പോലും വരൂല.
അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയാണ്. ഈ കുഞ്ഞിനെ കളയാണ്ട് കൊണ്ടുവന്ന അതിൻ്റെ അമ്മ മറ്റേ പെൺകുട്ടിക്ക് ഈ കുഞ്ഞിനെ കൈമാറുന്നു. ഇതിനകത്തുകൂടി ഇവരൊരു നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇങ്ങനെ വല്ലവൻ്റെ കൂട്ടത്തിൽ പോയി ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച ശേഷം അതിനെ പ്രസവിച്ച് കഴിഞ്ഞ് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന വാർത്തകൾ നമ്മൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതാണ്. അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ട് മടുക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവന്മാരോട് എനിക്ക് പറയാനുള്ളത്, ആ ഇമാതിരി പരിപാടിക്ക്, അതായത് കണ്ട ആണുങ്ങളെ മെക്കിട്ട് കയറി നടക്കാൻ പോകുന്ന സമയത്ത് ഒരു കോണ്ടം മേടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ഒരു IPL മേടിച്ചുകൊണ്ട് പോവുക. IPL മീൻസ് ഗർഭനിരോധന ഉറ അല്ലെങ്കിൽ ഗർഭനിരോധന ഗുളിക. ഇതിലേതെങ്കിലും ഒന്നും ആയിട്ട് പോയിട്ട് വേണം ഇമാതിരി കണ്ണന്തിരിവുകൾ കാണിച്ചു കൂട്ടാണ്ട്. അല്ലെങ്കിൽ അവനോട് പറയുക അകത്തോട്ട് ഉണ്ടാക്കല്ലെന്ന്. മനസ്സിലായി? പിന്നെ രണ്ടാമത്തെ കാര്യം, നിനക്കൊക്കെ ഒട്ടും സഹിക്കാൻ വരാതെ ഇമാതിരി പരിപാടി ഒപ്പിച്ച് ഇതാണ് കൊല്ലം ആവുകയാണെങ്കിൽ ആ കുരുന്നുകളെ കൊന്നു തള്ളുന്നതിലും ഭേദം ഏതെങ്കിലും അമ്മത്തൊട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുക. അവിടെ ആകുമ്പം ഇതിൻ്റെ പിന്നാലെ ആരും തിരക്കി വരതില്ല. കൊന്നു കളയണ്ടല്ലോ, അതിന് പകരം അമ്മത്തൊട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുക. ആ കുട്ടീനെ വളർത്താൻ യോഗ്യരായിട്ടുള്ളവരെ കണ്ടെത്തി CWC ആ കുട്ടികളെ അവർക്ക് കൈമാറും. വെറുതെ എന്തിനാടി? എന്തായാലും നീയൊക്കെ ഒരു തമാശയ്ക്ക് വോട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന സാധനമല്ലേ, അത് അർഹതപ്പെട്ടവരാരെങ്കിലും കൊണ്ട് വളർത്തട്ടെ. അത് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ഈ വീഡിയോ ചെയ്ത ആരാന്നറിയത്തില്ല, രണ്ടുപേർക്കും ബിഗ് സല്യൂട്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഈ ചെയ്ത വീഡിയോ അത് അത്രത്തോളം സോഷ്യൽ റിലവൻറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിന്ന് എടുത്തു വെച്ച് ചെയ്തത്. ഓക്കെ, ബൈ.